ഇടുക്കി പണിക്കൻകുടി കൊമ്പൊടിഞ്ഞ കാലിൽ 4 അംഗ കുടുംബം വീടിന് തീപിടിച്ച് മരിച്ചൊരു വാർത്ത പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടോ? ആ വിഷയത്തിൽ ഇപ്പോൾ അന്വേഷണം വഴിമുട്ടി എന്നാണ് ആരോപണം. തീ എവിടെ നിന്ന് വന്നു, ആരാണ് തീ കൊളുത്തിയത്, തീ എങ്ങനെ പടർന്നു പിടിച്ചു, ഒരു ഐഡിയയുമില്ല. 9 മാസം കഴിഞ്ഞിട്ടും തീ പിടിച്ചതിന്റെ കാരണം കണ്ടെത്താനായിട്ടില്ല. മണ്ണെണ്ണ വഴിയും ഷോർട്ട് സർക്യൂട്ട് വഴിയും തീ പിടിക്കാമെന്ന് ഫോറൻസിക് റിപ്പോർട്ട്. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പ്രദേശവാസിയുടെ ഫോൺ, ലാപ്ടോപ്പ് പരിശോധനാ റിപ്പോർട്ട് എന്നിവ ഇനിയും ലഭിച്ചിട്ടില്ല. ദുരൂഹത നീക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതി കൊന്നത്തടി പഞ്ചായത്തിൽ ഹർത്താൽ ആചരിക്കുന്നുണ്ട്. രാഹുൽ സുരേഷ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രാഹുൽ സുരേഷ്, ഗുഡ് മോർണിംഗ്. രാഹുൽ സുരേഷ്, 4 പേരുടെ മരണത്തിനിടയായ സംഭവമാണ്. പക്ഷേ ഇപ്പോഴും അതിന്റെ കാരണം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് അത്ഭുതമായി തോന്നുന്നു. എന്താണ് പ്രാഥമിക അന്വേഷണത്തിൽ തെളിഞ്ഞത് അഥവാ തെളിയാതെ പോയത്? ഡോക്ടർ അരുൺ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ മെയ് 9-ാം തീയതി ആയിരുന്നു പണിക്കൻകുടിക്ക് സമീപം കൊമ്പിടിഞ്ഞാലിൽ ഒരു വീട്ടിലെ 2 കുട്ടികളും 2 മുതിർന്നവരും അടക്കം 4 പേർ വീടിന് തീ പിടിച്ച് മരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ മാസം 9 പിന്നിടുകയാണ്. ഇതുവരെയും എങ്ങനെയാണ് ആ വീടിന് തീ പിടിച്ചതെന്നും 4 പേർ എങ്ങനെയാണ് കൊല്ലപ്പെട്ടതെന്നും ഇതുവരെയും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. 9 മാസത്തിനൊടുവിൽ കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഇതിന്റെ ഫോറൻസിക് റിപ്പോർട്ട് പോലീസിന് ലഭിക്കുന്നത്. അതിൽ 2 കാര്യങ്ങളാണ് പറയുന്നത്. അതിലൊന്ന് മണ്ണെണ്ണയിലൂടെയും മറ്റൊന്ന് ഷോർട്ട് സർക്യൂട്ടിലൂടെയും ഈ വീടിന് തീ പിടിക്കാം എന്നുള്ളതാണ് കണ്ടെത്തലായി പറയുന്നത്. പക്ഷേ അത് എങ്ങനെ ഉണ്ടായി, തീപിടുത്തം എങ്ങനെ ഉണ്ടായി എന്നത് കണ്ടുപിടിക്കാൻ ഇതുവരെയും പോലീസിന് കഴിഞ്ഞിട്ടില്ല. പ്രദേശവാസി ഉൾപ്പെടെ 4 പേരുടെ മൊബൈൽ ഫോണും ലാപ്ടോപ്പും ഉൾപ്പെടെ കസ്റ്റഡിയിലെടുക്കുകയും ഇത് വിശദമായിട്ടുള്ള പരിശോധനയ്ക്ക് തിരുവനന്തപുരത്തേക്ക് അയക്കുകയും ചെയ്തിരുന്നു. അതിന്റെ പരിശോധന റിപ്പോർട്ടും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ഈ റിപ്പോർട്ടുകൾ പുറത്തു വന്നാൽ മാത്രമാണ് ശുഭ ഉൾപ്പെടെ, ശുഭയുടെ 2 മക്കളും ശുഭയുടെ അമ്മയും ഉൾപ്പെടെ 4 പേർ മരിച്ചത് എങ്ങനെയാണെന്ന് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മളുള്ളത് പണിക്കൻകുടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കൊന്നത്തടി പഞ്ചായത്തിൽ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ഹർത്താൽ ആചരിക്കുകയാണ്. ഇപ്പോൾ 9 മാസം പിന്നിട്ടിട്ടും ഇതിന് ഉത്തരവാദി ആരാണെന്നോ എങ്ങനെ തീ പിടിച്ചത് എങ്ങനെയാണെന്നോ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അത് കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ഹർത്താൽ ആചരിച്ചു വരുന്നത്. ഇപ്പോഴും ഈ നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നു ഇത് കൊലപാതകം ഉൾപ്പെടെയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. നമുക്ക് ചില ആളുകളുടെ പ്രതികരണത്തിലേക്ക് കൂടി പോകാമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണെങ്കിലും ഇതിപ്പോ കൊലപാതകമാണെന്ന നിഗമനത്തിൽ തന്നെയാണല്ലേ നിങ്ങളുള്ളത്? ഈ ജനകീയ സമിതിയുടെ കൺവീനർ ചേരുന്നുണ്ട്. കൊലപാതകമാണെന്ന ഒരു നിഗമനത്തിലാണ് നിങ്ങളുള്ളത്? കൃത്യമായിട്ടും 100% ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നു. കാരണം മെയ് മാസം 9-ാം തീയതി ഈ ദാരുണ സംഭവം ഉണ്ടായിട്ട് ഇപ്പോൾ 9 മാസം പിന്നിട്ടിട്ടും പല ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ സമീപിക്കുകയും മുഖ്യമന്ത്രി ഉൾപ്പെടെ നിരവധി ആളുകൾക്ക് ഉദ്യോഗസ്ഥന്മാർക്ക് നമ്മൾ പരാതി കൊടുത്ത ഏതാണ്ട് 700ഓളം ആളുകൾ ഒപ്പിട്ട പരാതികൾ കൊടുത്താണ്. അതിന് ഇന്ന് വരെ ഒരു തക്കതായ മറുപടി ഉണ്ടായിട്ടില്ല. അരുൺ, മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി കൊടുത്തു, മനുഷ്യാവകാശ കമ്മീഷന് പരാതി കൊടുത്തു. അങ്ങനെ കുറേയധികം പരാതികൾ നൽകിയിട്ടും തീരുമാനം ഉണ്ടായിട്ടില്ല. നേരത്തെ ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, നേരത്തെ DYSP അന്വേഷിച്ചുകൊണ്ടിരുന്ന കേസ് ഇപ്പോൾ വെള്ളത്തൂൽ CI ആണ് അന്വേഷിക്കുന്നത്. അപ്പോൾ അന്വേഷണത്തിന്റെ പുരോഗതി എത്രത്തോളമാണെന്ന് അറിയാൻ സാധിക്കും. എന്താണെങ്കിലും ഹർത്താൽ പൂർണ്ണമാണ്. ചില സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലുള്ളൂ. ബസ്സുകൾ ഉൾപ്പെടെ പണിമുടക്കിൽ പങ്കെടുക്കുകയാണ്. കടകമ്പോളങ്ങളെല്ലാം തന്നെ അടഞ്ഞു കിടക്കുകയാണ്. അരുൺ, ഓക്കെ, താങ്ക് യു.